അപ്പോൾ LPGക്ക് മേൽ അവശ്യവസ്തു നിയമം നടപ്പാക്കിക്കൊണ്ട് അതിനെ കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് അടക്കമുള്ള കാര്യങ്ങൾ തടയുക എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് കേന്ദ്രം ഇപ്പോൾ നടത്തുന്നത്. എന്നാലും ഈ ഇടപെടലുകൾ, നിലവിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഈ ക്ഷാമത്തെ മറികടക്കാൻ ഉതകുന്നതാണോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം രൂക്ഷമാണ് ക്ഷാമം എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാം. അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ഇന്നത്തെ പകലിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇന്നലെയും ഇന്നുമായി ഏതൊക്കെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ പാചകവാതക ക്ഷാമം മൂലമുണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം, തിരുവനന്തപുരത്ത് നിന്ന് രജീഷ് നരിക്കുനി, കൊച്ചിയിൽ നിന്ന് സിബി ജോസഫ് എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം നമുക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് തന്നെ പോകാം. തൗഫീഖ് അസ്ലമിലേക്കാണ്. തൗഫീഖ്, അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഒരുപാട് നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഈ പാചകവാതക ക്ഷാമത്തെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ നിലവിൽ പലതരത്തിലുള്ള, അതായത് നഗരപ്രദേശങ്ങളിലൊക്കെ 45 ദിവസത്തെ ഇടവേളയൊക്കെ വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം നിയന്ത്രണങ്ങൾ അത് ഫലം കാണുന്നുണ്ടോ? നിലവിൽ എന്താണ് ഡൽഹിയിലെ അവസ്ഥ? ജിൽസി, നിലവിലെ പ്രതിസന്ധി മറികടക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. റെസ്റ്റോറന്റ് മേഖലയിലാണ് ഈ പ്രതിസന്ധി കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ഹോട്ടലുകൾ അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള വാണിജ്യ സിലിണ്ടറുകൾ ഇവർക്ക് ലഭിച്ചാൽ മാത്രമേ ആ പഴയ സ്ഥിതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും റെസ്റ്റോറന്റുകൾ തുറന്നു പ്രവർത്തിക്കാനുമൊക്കെ സാധിക്കുകയുള്ളൂ. ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഹോട്ടൽ ഉടമകളുമൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പെട്രോളിയം മന്ത്രി സഭയിൽ പറഞ്ഞത് ഇന്ന് മുതൽ വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്ത് തുടങ്ങുമെന്നാണ്. എന്നാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആകില്ല. ഒരു മാസം അവർക്ക് മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ 1/5 മാത്രമായിരിക്കും ലഭിക്കുക. അതായത് വളരെ കുറഞ്ഞ സിലിണ്ടറുകൾ മാത്രമായിരിക്കും ഇന്നു മുതൽ വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യുകയുള്ളൂ എന്നാണ് ഇന്നലെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി വ്യക്തമാക്കിയത്. ഇന്നു മുതൽ സിലിണ്ടറുകൾ ലഭിച്ചു തുടങ്ങും, എന്നാൽ കുറഞ്ഞ സിലിണ്ടറുകൾ മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. ഈ സിലിണ്ടറുകൾ വെച്ചുകൊണ്ട് അപൂർവ സ്ഥിതിയിലേക്ക് അവരുടെ പ്രവർത്തനം മാറ്റാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നിലവിലത്തെ പ്രതിസന്ധിക്ക് ചെറിയൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ LPGക്ക് പകരം മറ്റ് ഇന്ധനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ റെസ്റ്റോറന്റ് ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ണെണ്ണ ഉൾപ്പെടെ കൂടുതൽ വിതരണം ചെയ്യാനുള്ള ഒരു നടപടി ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. 40 കിലോലിറ്ററിലധികം മണ്ണെണ്ണകളാണ് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് സംസ്ഥാനങ്ങൾക്ക് നൽകാനും കേന്ദ്ര സർക്കാർ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ സംസ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള നടപടി കൂടി കേന്ദ്രം സ്വീകരിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള LPG ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് വളരെ വേഗം എത്തില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ ഇന്നലെ ഇറാനുമായിട്ടുള്ളൊരു ബന്ധം ഇന്ത്യ കൂടുതൽ ശക്തമാക്കുകയും ഇറാൻ പ്രസിഡന്റുമായി സംസാരിക്കുകയും ഇന്ത്യയുടെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ ഹോർമുസ് കടലൊടുക്ക് വഴി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഇന്ത്യയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് കടലൊടുക്ക് വഴി മുന്നോട്ട് പോകാനുള്ള ഒരു അനുവാദം ഇറാൻ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ചില കപ്പലുകൾ മുംബൈയുടെ തീരത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കപ്പലുകൾ എത്തുന്നതോടുകൂടി ചെറിയൊരു പ്രതിസന്ധി മറികടക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതോടൊപ്പം തന്നെ ബുക്കിംഗിൽ ചില പരിമിതികൾ കൂടി വരുത്തിയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേളയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസത്തെ ഇടവേള നിശ്ചയിച്ചിട്ടുണ്ട്. ഇടവേളയിൽ മാത്രമായിരിക്കും ഇനിയിപ്പോൾ സിലിണ്ടറുകൾ ബുക്ക് ചെയ്താൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ഹർദീപ് സിംഗ്. അങ്ങനെ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര വിവിധ നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരുന്നു. അതൊക്കെ എത്രത്തോളം വിപണിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും